ടു മാതാ മ്യൂസിക് സെൻറ്റർ. എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിലെ പഠിച്ചായിരുന്നല്ലോ അല്ലേ? 3 ഫിംഗർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഹോട്ട് ക്രോസ് 1 എന്ന പാട്ട് പഠിച്ചു. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ 3 ഫിംഗറാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്, പക്ഷേ ഡിഫറെൻറ്റ് 3 ഫിംഗർ ആയിരിക്കും കേട്ടോ. 3 ഫിംഗർ ഇതാ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇത് യൂസ് ചെയ്തു, ഇന്ന് ഇത് യൂസ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ 3 ഫിംഗർ വെച്ച് നമ്മളൊരു പാട്ടെടുത്തു. ഈ പ്രാവശ്യം നമ്മൾ ഇത് 3 ഫിംഗറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 ഫിംഗർ യൂസ് ചെയ്ത് പാട്ട് പഠിപ്പിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ക്ലാസ് കാണാത്തവരെല്ലാവരും യൂട്യൂബിൽ പാട്ട് കിടക്കൊണ്ട് പോയി കാണുക. അത് പാട്ടിൻ്റെ പേര് ഹോട്ട് ക്രോസ് 1, അതാണ്. മാതാ മ്യൂസിക് സെൻറ്റർ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മളെടുക്കുന്ന ഗോ ഹീഗി എന്ന ഈ പാട്ടിൻ്റെ പേര്, ഹോ ഗി. ഓക്കെ, അപ്പോൾ ആ പാട്ട് വളരെ ഫെമിലിയർ സോങ്ങാണ്. നിങ്ങൾ നെറ്റിൽ പോയി പാട്ട് കാണാൻ പറ്റും. അത് പാട്ട് നോക്കും. അപ്പോൾ ഇതെങ്ങനെ വായിക്കുന്നതെന്ന് കാണിച്ചു തരാം. 1 2 3. അപ്പോൾ നമ്മൾ ഈ ഫിംഗറിൻ്റെ പേര് 5th ഫിംഗറാണ്, 4th ഫിംഗർ, 3rd ഫിംഗർ. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ട ജി എ ഇ, ജി എ ഇ, ഇ ഇ ഇ എ ജി, ഇ എ ജി, ഇ എ ജി, എ എ. അപ്പോൾ ഇതിൻ്റെ നോട്ട് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇത് സ്ലോയിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത്ര ഫാസ്റ്റായിട്ട് വായിച്ചാൽ കുട്ടികൾക്ക് ഇത് പിടിക്കാൻ പറ്റില്ല. ഇത് കണ്ടോ, ജി 5th ഫിംഗർ, ജി എഫ് ഇ. കൈ എടുക്കണം, റെസ്റ്റ് ഉണ്ട്, കൈ എടുക്കണം. വീണ്ടും ജി എ ഇ, റെസ്റ്റ്. എന്നിട്ട് തിരിച്ചു വരവില് ഇ. 3 പ്രാവശ്യം ഇ ഉണ്ട്. ഇ ഇ ഇ എ ജി. 4 കൗണ്ടാ. 1 2 3 4. കൈ എടുക്കണം. വീണ്ടും അടുത്തത് ജി, ഇങ്ങനെയല്ല, ജി എഫ് ഇ അല്ല, ഇ എ ജി, റെസ്റ്റ്, ഇ എ ജി എഫ്. 1 2 3 4. വീണ്ടും 1 2 3 4. അപ്പോൾ ഇതെല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് 5th ഫിംഗർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ. ഇപ്പോൾ നമ്മൾ 3 ഫിംഗർ യൂസ് ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിൽ. ഈ ക്ലാസ്സിൽ ഈ 3 ഫിംഗർ യൂസ് ചെയ്തു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ 5th ഫിംഗർ യൂസ് ചെയ്യും. പിന്നെ ലെഫ്റ്റ് ഹാൻഡ് ഇതുവരെ നമ്മൾ യൂസ് ചെയ്ത് കാണിച്ചിട്ടില്ല. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അങ്ങനെ പടിപടിയായിട്ട് പഠിക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്നുകൂടി വായിച്ച് കാണിക്കണോ മിസ്? കാണിക്കാം. എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നമുക്ക് അടുത്ത ക്ലാസ്സിന് കാണാം. ഇത് ഞാനിപ്പോൾ ബോർഡിൽ എഴുതി കാണിക്കാം നിങ്ങൾക്ക് ഇത് എങ്ങനെ ഈ നോട്ട് എഴുതുന്നതെന്ന്. കാരണം നിങ്ങൾ ഇത് മാത്രം പഠിച്ചുകൊണ്ടായില്ലല്ലോ, എഴുതാനും കൂടി പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ ശരിക്കും മ്യൂസിക്കിൽ വളരാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, നമുക്ക് ബോർഡിലോട്ട് നോക്കാം. ഇപ്പം നോട്ട് കണ്ടല്ലോ, ഈ പാട്ടിൻ്റെ പേരാണ് ഹോഗി. അപ്പോൾ നമ്മൾ ഈ പാട്ടിൻ്റെ നോട്ട് എഴുതിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും നോട്ട് വായിക്കാനും എഴുതാനും പഠിക്കണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വളരെ ലളിതമായ രീതിയിൽ കൂടി ഇത് പഠിപ്പിക്കുന്നത്. കണ്ടോ, ഇത് ഏറ്റവും ക്ലിയർ ആയിട്ട് പഠിക്കാൻ വേണ്ടി. അപ്പൊ ഈ നോട്ട് ജി ആണ്. ജി എവിടെയാണ് കിടക്കുന്നതെന്ന് കണ്ടോ, 5 ലൈൻ ഉണ്ട് ഇവിടെ അല്ലേ? 5 ലൈനിന്റെ നടുക്കത്തെ താഴെന്ന് 2ാമത്തെ ലൈനിന്റെ ഈ നോട്ടിന്റെ പേര്, ഈ ലൈനിന്റെ പേര് ജി ലൈൻ എന്നാ. ജി എഫ് എവിടെയാ? സ്പേസിലാണ് കിടക്കുന്നത്. കണ്ടോ, 2 നോട്ടിന്റെ നടുക്ക്. ജി എവിടെയാ കിടക്കുന്ന മക്കളെ? ഇത് കണ്ടോ, നമ്മുടെ നടുക്ക്, ഈ ലൈനിന്റെ നടുക്കൂടി ഈ പോയിരിക്കുന്നത്. അപ്പൊ ഇത് സെയിം ആണ്. ഇത് റെസ്റ്റ്. ഈ റെസ്റ്റിന് ഒരു ടെക്നിക്ക് പറഞ്ഞു തരാം. എങ്ങനെയാണെന്നറിയാവോ? നമ്മൾ ഇസഡ് വരയ്ക്കത്തില്ലേ? ഇസഡ് പോലെ ഇങ്ങനെ എഴുതിക്കൊണ്ടോട്ട് അവത്തെ കൂടി ഒരു സി ജോയിൻ ചെയ്ത് പോയിരിക്കുന്ന കണക്ക് ഒരു ടെക്നിക്ക്. ഇങ്ങനെ ഇസഡ് പോലെ വരച്ചിട്ട് ഇങ്ങനെ, ഇത് റെസ്റ്റ്. ഈ ഒരു റെസ്റ്റിന്റെ വാല്യൂ ആണ്, ഒരു ബീറ്റിന്റെ വാല്യൂ ആണ് ഈ റെസ്റ്റ്. ആ സമയത്ത് നമ്മൾ കൈ എടുക്കും. ഇത് സെയിം നോട്ടാ, ജി എഫ് ഇ. ഇവിടെ വീണ്ടും റെസ്റ്റ്. പിന്നെ ഇതിന്റെ 3 നോട്ടാണ് ഇ ആണ്. ഇ ഇ ഇ എഫ് ജി. ഈ ജി വലിയ നോട്ടാ. കണ്ടോ, 3 4 കൗണ്ട്. അതാണ് ഇവിടെ ഞാൻ നമ്പർ ഇട്ടിരിക്കുന്നത്. 1 2 3 4. ഈ 4 ബീറ്റിന്റെ സമയം നമ്മൾ ഈ നോട്ടിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യണം. അതാണ് ടൈം വാല്യൂ. ഇത് കണ്ടോ, ഇത് താഴോട്ടാ വന്നിരിക്കുന്ന പാട്ട് നോട്ട്. കണ്ടോ, ജി എഫ് ഇ എന്ന് വന്നിട്ടുണ്ട്. ഇതെങ്ങനെയാ? മേലോട്ട് കയറി പോയിരിക്കുകയാണല്ലോ. കണ്ടോ, ഇ എ ജി. അപ്പൊ ഇത് താഴോട്ട് വന്നിരിക്കുന്നു, ഇത് മേലോട്ട് കയറി പോയിരിക്കുന്നുണ്ടോ. അപ്പൊ ഇ എഫ് ജി, വീണ്ടും റെസ്റ്റ്. സെയിം നോട്ട് തന്നെ, ഇ എഫ് ജി, വീണ്ടും ഒരു റെസ്റ്റ് വന്നിട്ടുണ്ട്. അത് കഴിയുമ്പോൾ ഇത് കണ്ടോ, ഇത് എഫ് ആണ്. എഫ് വന്ന് ലൈനിൽ സ്പേസിൽ കിടക്കുക നോട്ട്. കണ്ടോ, അപ്പൊ ഈ എഫിന്റെ ടൈം വാല്യൂ 2 കൗണ്ട്. ഇത് കണ്ടോ, ഇത് 1
ടു. ആ 1 2 പറയുന്ന അത്ര സമയം നമ്മളിങ്ങനെ ആ നോട്ടിൽ ഫിംഗർ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് 1 2. ഇവിടെ വന്നപ്പോൾ 3 4. വീണ്ടും ഇത് കണ്ടോ, ഇതേ നോട്ട് തന്നെ ഈ നോട്ടായിട്ട് വന്നിരിക്കും. ഇത് ജിയിൽ കിടക്കുന്നു, ഇത് വന്ന് ഇയിൽ കിടക്കുന്നു. ജിയിൽ ഞാൻ ഇത്രയും വലുതാക്കി ഇട്ടതിന്റെ കാര്യം നിങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി. എഫ് ഇ ജി 1 2 3 4. ഇവിടെ എങ്ങനെയാ ഇ ആണ്, അവിടെയും 1 2 3 4. അപ്പൊ തേർഡ് ഫിംഗർ ഇങ്ങനെ ഈ നോട്ടിൽ ഇങ്ങനെ ഫിംഗർ വെച്ചോണ്ടിരിക്കണം. അപ്പൊ 4 ബീറ്റ് വരെ. അത് വീണ്ടും അതുപോലെ തന്നെ. അപ്പൊ ഈ പാട്ട് ഇങ്ങനെ നിങ്ങൾ എഴുതാൻ പഠിക്കുക. എഴുതാൻ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി ഇത്രയും ലളിതമായിട്ട് പറഞ്ഞു തരുന്നത്. ഇത് എഴുതി പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വന്ന് വേറൊരു പാട്ട് എടുക്കാം. അന്നേരം നമ്മൾ 5th ഫിംഗർ 5 ഫിംഗർ യൂസ് ചെയ്തുകൊണ്ട് എടുക്കാം. പിന്നെ നമ്മൾ ഇത് കണ്ടോ, ഇത് ഡബിൾ ക്ലഫിന്റെ നോട്ടാണ് കണ്ടോ ഇത്. അപ്പൊ ഇതുവരെ ഞാൻ നിങ്ങൾക്ക് ബേസ് ക്ലഫ് എടുത്തിട്ടില്ല. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബേസ് ക്ലഫും കൂടി എടുത്തിട്ട് പഠിക്കാം. ഓരോ ക്ലാസ്സിനും ഓരോന്നും നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. അപ്പൊ വളരെ ലളിതമായിട്ട്, ഒന്നും അറിയാൻ പാടില്ലാത്തവർ കൂടെ വളരെ ലളിതമായിട്ട് പഠിക്കാൻ വേണ്ടി ഇത്രയും വളരെ ലളിതമായിട്ട് കൊടുക്കുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞ് ഇതിപ്പോ നമ്മുടെ 2ാമത്തെ എപ്പിസോഡ്. അപ്പൊ ഈ 2 ക്ലാസ് കണ്ടു കഴിയുമ്പോൾ 3ാമത്തെ ക്ലാസ്സിൽ കുറച്ചും കൂടി മേലോട്ട് പഠിക്കുന്നതോറും കുറച്ചും കൂടി നോട്ടുകൾ തരാം. അപ്പൊ ഇത് വളരെ ഒട്ടും അറിയാത്ത എഴുതി പഠിച്ചിട്ട് വാ. ഇതുവരെ പഠിപ്പിച്ചതൊക്കെ മനസ്സിലായി കാണുമല്ലോ അല്ലേ? അപ്പം നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് ഞാൻ ഓൺലൈൻ ക്ലാസ് കൊടുക്കുന്നുണ്ട്, ഓഫ്ലൈനും കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിൽ വിളിച്ചാൽ മതി. നമ്മുടെ യൂട്യൂബിൽ നമ്പർ കിടപ്പുണ്ട്. ആ നമ്പറിൽ വിളിച്ചെന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം. അപ്പോൾ അതുകൊണ്ട് ഇനി എല്ലാവരും ഇത് നിങ്ങൾ കാണുക മാത്രമല്ല, കണ്ടിട്ട് നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നെങ്കിൽ അടുത്ത കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മിസ്സിനെ വിളിക്കാൻ ഞാൻ ഫ്രീ ആയിരിക്കും. അപ്പോൾ വിളിച്ചിട്ട് ചിലപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്, ബിസി ആണെങ്കിൽ എടുക്കാൻ പറ്റില്ല, എന്നാലും ഞാൻ തിരിച്ചു വിളിക്കും. ഓക്കെ സി യു. നമുക്ക് 3rd ക്ലാസ്സിന് വിളിക്കാം. ഇത് 2ാമത്തെ ക്ലാസ് ആയത്, 3ാമത്തെ ക്ലാസ്സിന് കാണാം. ഓക്കെ ബൈ.